ഗുഡ് ഈവനിങ് ഡിയേഴ്സ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? യെസ്, കേൾക്കുന്നുണ്ട്. യെസ്, താങ്ക് യു സോ മച്ച്. അടിപൊളി സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുടെ റെട്ടോറിയൽ ഇവിടെ എത്ര പേരുണ്ട് ഇപ്പോൾ? 26, അറൗണ്ട് 26 പീപ്പിൾ. അത് എല്ലാവരും ഇവിടെ എന്താണ് ടോപ്പിക് എന്ന് അറിഞ്ഞിട്ടാണ് വന്നത്. എന്താണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞേ. ടോപ്പിക് പറഞ്ഞേ. യഥാർത്ഥ ആഫർമേഷൻ. ആ സി അപ്പൊ അറിഞ്ഞുകൊണ്ട് വന്നത് തന്നെയാണ്. താങ്ക് യു സോ മച്ച് മാം, താങ്ക് യു. മാം എവിടെയാ, സ്ഥലം എവിടെയാ? മ്യൂട്ടാണ്, മ്യൂട്ടാണ്. കോഴിക്കോട് മാങ്കാവ്. അടിപൊളി, കോഴിക്കോട്. ഓക്കെ. അപ്പൊ ഞാൻ ആദ്യം തന്നെ നിങ്ങളെല്ലാവരും കഴിഞ്ഞ നമ്മുടെ സെഷനിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. ആദ്യം ഞാനൊന്ന് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മളുടെ സെഷനിലേക്ക് കടക്കാം. നമ്മളുടെ ഓഫ്ലൈൻ ട്രെയിനിങ് വരുന്നുണ്ട്, പബ്ലിക് സ്പീക്കർ അറ്റ് കണ്ണൂർ എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ദ ബെസ്റ്റ് സെല്ലർ എന്ന ടീമുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഏകദേശം 4-5 മെൻറ്റേഴ്സ് ഉണ്ടാവും അവിടെ. ആൻഡ് വി ആർ ടീച്ചിങ് ഹൗ ടു ബിക്കം എ ഗുഡ് പബ്ലിക് സ്പീക്കർ. അതായത് നിങ്ങളുടെ സ്റ്റേജിൽ കയറുമുള്ള പേടി എങ്ങനെ മാറ്റാം, എങ്ങനെയാണ് ഒരു കണ്ടന്റ് സ്ട്രക്ചർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മളുടെ ബോഡി ലാംഗ്വേജ് യൂസ് ചെയ്യേണ്ടത്, അങ്ങനെ ടോട്ടലായിട്ട് 1 ഡേ പ്രോഗ്രാമാണ്. ജൂലൈ 12-ാം തീയതിയാണ്. ഒന്നും കൂടി ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. എല്ലാവരും ഇത് ഒരിക്കൽ കേട്ടിട്ടുണ്ടാവും, എന്നാലും ഒന്ന് ഓർമ്മിപ്പിക്കണമല്ലോ. സോ ഇറ്റ് ഈസ് ഓൺ ജൂലൈ 12th. ഓക്കെ. താല്പര്യമുള്ളവരൊക്കെ ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്യണേ, മറക്കല്ലേ. ഇനി നമുക്ക് നമ്മളുടെ ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. അടിപൊളി സെഷനാണല്ലേ. എല്ലാവർക്കും അഫർമേഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഓ, അഫർമേഷൻ അതിനെന്താ? ഐ ആം റിച്ച്, ഐ ആം കേപ്പബിൾ, ഐ ആം വാല്യുബിൾ, ഇതൊക്കെ പറയാൻ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. പക്ഷെ സുമയ്യ മാം പറയുന്നത് അതൊന്നും അല്ല അഫർമേഷൻ. യഥാർത്ഥ അഫർമേഷൻ വേറെ എന്തോ ഉണ്ടെന്ന്. അതെന്താ നമുക്ക് ഇന്ന് കണ്ടുപിടിക്കാം കേട്ടോ. സോ വെൽക്കം യു ഓൾ ടു ദിസ് വണ്ടർഫുൾ സെഷൻ. ഇന്ന് നമുക്ക് സെഷൻ എടുക്കാൻ പോകുന്നത് നമ്മളെ റെട്ടോറിയയിലെ ട്രെയിനി ആയ നമ്മളുടെ സ്വീറ്റ് ലവിങ് മഞ്ഞക്കിളിയായിട്ട് വന്നിരിക്കുന്ന നമ്മളുടെ സുമയ്യ മാം ആണ്. സുമയ്യ മാം എടുക്കാൻ പോകുന്ന വിഷയം യഥാർത്ഥ അഫർമേഷൻ എന്താണ്. ഓക്കെ, ഒട്ടും സമയം കളയണ്ട. ഓവർ ടു യു സുമയ്യ മാം, ലെറ്റ്സ് ഗോ. Thank you, Leila ma'am. Thank you so much. Good evening all. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? നിങ്ങൾ എല്ലാവരും അഫർമേഷൻ യൂസ് ചെയ്യുന്നവരാണോ? Yes or no? ആണെങ്കിൽ ഒന്ന് യെസ് ചാറ്റ് ചെയ്യണേ. ഓക്കെ, സംസാരിക്കാൻ കുഴപ്പമില്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാലേ അഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മുടെ ഓരോ ആഗ്രഹങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പോസിറ്റീവായിട്ട് അഫർമേഷനിലൂടെ നിരന്തരമായി പറയുന്നതാണ് അഫർമേഷൻ എന്നാണ് നമ്മളെല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് അല്ലേ. എന്നാൽ ഇതാണോ യഥാർത്ഥത്തിലുള്ള അഫർമേഷൻ? ആണോ? പറയൂ. യഥാർത്ഥത്തിലുള്ള അഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും അതുപോലെ നമ്മൾ ചിന്തിക്കുന്നത്, നമ്മുടെ ഇന്റൻഷൻസ്, ഇതെല്ലാം അഫർമേഷൻസ് ആണ്. അല്ലാതെ നമ്മൾ ഒരു കാര്യം നേടുന്നതിന് മാത്രമായിട്ട് പോസിറ്റീവായിട്ട്, ഇപ്പോൾ നിങ്ങൾക്ക് ഹെൽത്ത് വേണം, അപ്പോൾ ഹെൽത്ത് ഓക്കെ അല്ല, അപ്പോൾ നമ്മൾ എന്ത് പറയും? ഞാൻ ആരോഗ്യവതിയായിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ആരോഗ്യവതിയാണ്, അങ്ങനെയാണ് നമ്മൾ പറയല്ലേ. അങ്ങനെയാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത്. എന്നാൽ ഇതൊന്നുമല്ല അഫർമേഷൻ എന്ന് പറഞ്ഞത്. അഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നമ്മൾ ഉണർന്നു കഴിഞ്ഞ് ഉറങ്ങുന്നത് വരേക്കും നമ്മുടെ ഉള്ളിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ചിന്തകൾ, നമ്മളെ തോട്ട്സുകൾ, അതുപോലെ തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ നിങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഉദാഹരണത്തിന് ഞാൻ പറയാം. ഇപ്പൊ നിങ്ങൾ കാലത്ത് എണീറ്റ് വരുന്ന നിങ്ങളുടെ ഒരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഹെൽത്ത് ഓക്കെ ആവണം, ഹെൽത്താണ് നിങ്ങളുടേത്. പക്ഷെ നിങ്ങൾക്ക് ആരെങ്കിലും ഒന്ന് കോൾ ചെയ്തു വിചാരിച്ചോ, അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ് എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുക. അപ്പൊ നിങ്ങൾ പറയും ആ ഇങ്ങനെ പോണു, അല്ലെങ്കിൽ പറയും വെയ്യടോ ഇങ്ങനൊക്കെ തട്ടിമുട്ടി പോണു. അപ്പൊ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഇതെന്താ? നിങ്ങളുടെ ആഗ്രഹം എന്താ? എനിക്ക് നല്ല ആരോഗ്യം വേണം, ഞാൻ നല്ല
ആരോഗ്യവതിയാണ്. പക്ഷെ നിങ്ങളോട് ഒരാൾ ചോദിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ഇതെന്താ? നിങ്ങളുടെ മറുപടി എന്താ? ഞാന് ഓക്കെ അല്ല, അല്ലേ? നിങ്ങൾ ഇത് ഓരോരുത്തരും നിങ്ങളോട് ചോദിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? ഞാൻ ഓക്കെ അല്ല, എനിക്ക് വയ്യ എന്നുള്ള ആ ഒരു അഫർമേഷനാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ആണല്ലോ? അപ്പൊ ശരിക്കും നമ്മൾ പറയുന്നത് ഓക്കെ ആണെന്നാണോ? നമുക്ക് നോക്കാം. നമ്മളെ അഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരം അഫർമേഷൻ ഉണ്ട്. ഒന്നാണ് ഹൈ എനർജി അഫർമേഷൻ, ഒന്നാണ് ലോ എനർജി അഫർമേഷൻ. ഇവിടെ ഹൈ എനർജി അഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് എനർജി, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. ലോ എനർജി അഥവാ നെഗറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഹൈ എനർജി എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇൻസ്പയർ ചെയ്യാനൊക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ലോ എനർജി അഥവാ നെഗറ്റീവ് അഫർമേഷൻ എന്താ ചെയ്യുക? നമ്മളെ ഡീമോട്ടിവേറ്റ്. സോറി, ഒരു കോള് വന്നതാണേ. സോറി. ലോ എനർജിയിലുള്ളത് എന്താ വരിക? നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ ഭയം, അത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഭയം നമ്മുടെ ഉള്ളിലേക്ക് നിറക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലോ എനർജിയിലുള്ള അഫർമേഷൻ. ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങളുടെ മക്കൾ പുറത്തു പോവാന്ന് വിചാരിച്ചോ. അപ്പൊ നിങ്ങൾ മക്കളോട് പറയാണേ, ഒരാൾ പറയാണ്, മോനുസേ നന്നായിട്ട് ശ്രദ്ധിച്ചു പോണേ എന്ന് പറയാന്ന് വിചാരിച്ചോ. മറ്റൊരു പേരന്റ് പറയാണ്, മോനുസേ നോക്കി പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ വല്ല വണ്ടിയോ എന്തെങ്കിലുമൊക്കെ തട്ടുട്ടോ. ഇവിടെ ഈ സമയത്ത് എന്താണ് നടക്കുന്നത്? ഒരേ പാരന്റ്സ് 2 രീതിയിൽ പറയുന്നു, അല്ലേ? 2 രീതിയിലാണ് പറയുന്നത്. അപ്പൊ ഈ കുഞ്ഞിന്റെ ഉള്ളിലേക്ക് നമ്മൾ എന്താ കൊടുക്കുന്നേ? ഒരാള് നല്ല സപ്പോർട്ടായിട്ടുള്ള ഹൈ ആയിട്ടുള്ള രീതിയിൽ മോനുസേ നന്നായി ശ്രദ്ധിച്ചു പോണട്ടോ എന്നുള്ള ആ ഒരു കെയറിങ്ങോട് കൂടിയിട്ടാ പറഞ്ഞത്. മറ്റേ ആള് ഭയത്തോട് കൂടിയിട്ട് മോനുസേ നോക്കി പോയിക്കട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ വല്ല വണ്ടിയോ എന്തെങ്കിലും ഉണ്ടാവും. ഈ ഒരു അഫർമേഷനാണ് നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുന്നത്. നമുക്കറിയാം, നമ്മളെ കുട്ടിക്കാലത്ത് നമ്മൾ അധികം കേട്ടിട്ടുണ്ടാവുക, നോ, ഡോണ്ട്, സ്റ്റോപ്പ്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങോട്ട് പോവരുത്, ഇങ്ങോട്ട് പോവരുത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും, അല്ലേ? ആണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഒന്നിക്കലും സംസാരിക്കുക, ചാറ്റ് ചെയ്യുക, അല്ലെങ്കിൽ യെസ് ഓർ നോ എന്നുള്ളത് പറയാം. നമ്മൾ കേട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ യെസ് ആണെങ്കിൽ യെസ്. നിങ്ങൾ എന്താ കേട്ടിട്ടുള്ളേ? യെസ്. കാരണം തീർച്ചയായിട്ടും നമ്മളെല്ലാവരും കേട്ട് വളർന്നൊരു കാര്യമാണ്, നിങ്ങൾ മഴ വന്നു കഴിഞ്ഞാൽ എന്താ നമ്മൾ പറയാ? നമ്മളെ കുഞ്ഞുങ്ങളോട്, അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പത്തിൽ കേട്ടിരുന്നത് എന്താണ്? മഴ വന്നു കഴിഞ്ഞാൽ യെസ്, പനി വരും, ജലദോഷം വരും. അതുപോലെ തന്നെ ഇപ്പോ ഒരു നല്ല വെയിലടിക്കുന്ന സമയമാണെന്ന് വിചാരിച്ചോ, നല്ല വെയിലാണ്. ആ വെയിലത്തേക്ക് ഇറങ്ങി എന്താ പറയും? മോനെ വെയിലത്ത് ഓടിക്കളിച്ചിട്ടുണ്ടെങ്കിൽ ആകെ കറക്കും, അല്ലെങ്കിൽ ആകെ നീരിറങ്ങിയിട്ട് ഇതാവും. അതല്ല, ഒരു മഞ്ഞുകാലം വന്നു കഴിഞ്ഞാൽ എന്ത് പറയും? മോനെ മഞ്ഞാണ് കേട്ടോ, നല്ല മഞ്ഞാണേ, തണുപ്പടിക്കും. ഓക്കെ ആണല്ലോ? നമ്മളെല്ലാരും ഇങ്ങനെയല്ലേ കേട്ട് വളർന്നിട്ടുള്ളേ. ഇവിടെ നമ്മൾ എന്താണ് നമ്മളെ ഉള്ളിലേക്ക് കൊടുക്കുന്നത്? ഒരു ബിലീഫ്, ഒരു വിശ്വാസമാണ്, അല്ലെ? നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. ഇത് ഒരു അഫർമേഷനായി അവിടെ രൂപാന്തരപ്പെട്ട് നിങ്ങൾ വളർന്നു വരുന്ന സമയത്തും നിങ്ങളൊന്ന് വെയിലത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പാ നിങ്ങൾ പുറത്ത് കയറി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നിക്കില്ല നിങ്ങളുടെ മുഖം ആകെ കരിവാളിച്ചിട്ടുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ ചിലർക്ക് ഉണ്ടാവും, വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ തലവേദന വരും, അല്ലേ? ഉണ്ടോ ഇല്ലേ? ആണോ? തീർച്ചയായിട്ടും. കാരണം ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ അവിടെ ഉറച്ചു കിടക്കുന്ന വിശ്വാസങ്ങളാണ്. ഇതിനെ മാറ്റി പുതിയ വിശ്വാസങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അഫർമേഷൻ യൂസ് ചെയ്യേണ്ടത്. കാരണം നമുക്കറിയാം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ മക്കള് എക്സാം എഴുതാൻ പോവുകയാണ്. അപ്പൊ ഈ എക്സാം എഴുതാൻ പോണ ഒരു മോനോട് അല്ലെങ്കിൽ മോളോട് നിങ്ങൾ പറയും, മനസ്സെ നന്നായി പഠിച്ചോ, നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് എക്സാം എഴുതാൻ കഴിയൂട്ടോ, മോന് നന്നായിട്ട് പഠിക്കണേ. മറ്റൊരാൾ പറഞ്ഞു കൊടുക്കുകയാണ്, മറ്റൊരാൾ എന്താ പറയാ? ഒന്ന് പറഞ്ഞേ, വേറെ ഒരാൾ എന്താ പറയാ?
ഹലോ, നന്നായി പഠിച്ചില്ലെങ്കിൽ തോറ്റു പോകുന്നു. യെസ്, വെരി ഗുഡ്. കാരണം അപ്പൊ ഇവിടെ രണ്ടും ഒരേ പാറ്റേൺ ആണ് അല്ലേ, ഒരേ കാര്യമാണ്, നടക്കാത്ത ഒരു കാര്യമാണ്, നടക്കാൻ പോകുന്ന കാര്യമാണ്. ഇവിടെ നടന്നു കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെ എന്താ, അദൃശ്യമായതാണ് ഇത് അല്ലേ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ, അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കുക. അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കുക എന്നുള്ള പുരാതനത്തിലും നമ്മളെ ഖുർആനിലും ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും അതിന് റെഡിയല്ല. നമ്മൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഭയമാണ് കുട്ടികളുടെ ഉള്ളിലേക്ക് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളോടാണെങ്കിലും. ഇപ്പൊ ഒരു കല്യാണം കഴിക്കാൻ പോണ ഒരു കുട്ടിയാണെന്ന് വിചാരിച്ചോ, ഒരു ചെറിയ കുട്ടിയാണ്. ആ കുട്ടീൻ്റെ ആദ്യം എന്താ പറയാ, ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ എന്ത് പറയും, അതെ, നന്നായി പണിയെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആരാന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നല്ലപോലെ നിൽക്കാൻ പറ്റില്ല. ഇനിയിപ്പോ ഒരു മോളോ മോനോ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഇത് ചെയ്തു തരാന്ന് വിചാരിച്ചു, അപ്പൊ നമ്മൾ എന്ത് പറയും, അതെ നീ ഒന്ന് അത് ചെയ്ത് കഴിഞ്ഞാൽ വൃത്തിയാവില്ല കേട്ടോ, നീ അത് അവിടെ വെച്ചേ. അപ്പോഴും നമ്മൾ കുട്ടികളെ അവിടെ ആ ഒരു കാര്യത്തിന് തടസ്സം നിർത്തും. എന്നിട്ട് വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും കുട്ടികളോട്, അവളൊന്നും ചെയ്യില്ല, അവനൊന്നും ചെയ്യില്ല. ഇതെല്ലാം ആരാണ് കൊണ്ടുകൊടുക്കുന്നത്, നമ്മളാണ് നമ്മളെ കുട്ടികളുടെ ഉള്ളിലേക്ക് ഇട്ടുകൊടുക്കുന്നത്. അവിടെ ഈ കുട്ടികളുടെ ഉള്ളിൽ ഈ ഒരു വിശ്വാസം വളർന്നു വരും. അതൊരു അഫർമേഷനായി അവരുടെ ഉള്ളിലേക്ക് കടക്കും. കാരണം നമ്മളാണ് ഇത് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത്, നിന്നെക്കൊണ്ട് സാധിക്കില്ല, നിന്നെക്കൊണ്ട് പറ്റില്ല. ഈ കുഞ്ഞ് വളർന്നു വരുന്ന സമയത്ത് എന്നെ കൊണ്ടൊന്നും പറ്റില്ല, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല, ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയാവില്ല, എന്നെ കൊണ്ട് അതൊന്നും പറ്റില്ല എന്നാണ് ഈ കുട്ടിയുടെ ഉള്ളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. തീർച്ചയായിട്ടും നമ്മൾ കരുതുന്ന പോലെ അഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വാചകം പോസിറ്റീവായി പറയുന്നതല്ല. ഇതെല്ലാം അഫർമേഷൻസ് ആണ്. ഇതുകൊണ്ടാണ് നിങ്ങളുടെ ഓരോ മാനിഫെസ്റ്റേഷനും, നിങ്ങളുടെ ഓരോ ആഗ്രഹങ്ങളും നടക്കാത്തത്. ഒരിക്കലും നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങൾ എന്താണ് നടക്കാത്തത് എന്നുള്ളതിന്റെ കാരണം ഇതാണ്. കാരണം നമ്മുടെ ഉള്ളിലെ ആഗ്രഹം ഒന്നാണ്, നമ്മൾ പുറത്ത് പറയുന്നത് ഒന്നാണ്. കാരണം നമുക്കറിയാം നിരന്തരമായി കൊണ്ടിരിക്കുന്നത് എന്താണോ അതെല്ലാം അഫർമേഷൻസ് ആണ് എന്നുള്ളത്. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതല്ലേ. ഇപ്പൊ നമ്മളൊരു ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കോള് വരികയാണ്, നമ്മൾ ആ ഒരു കോളിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ജോലി ചെയ്യുന്നുണ്ടാവുക അല്ലേ. നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില സമയങ്ങളിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയ പ്രത്യേകിച്ച് ഒന്നും ഇടേണ്ട ആവശ്യം ഉണ്ടാവില്ല, നല്ല ടേസ്റ്റ് ആയിക്കാരം. ചില സമയങ്ങളിൽ നമ്മൾ എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ ആ ഫുഡിന് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഞാൻ എല്ലാം ചേർത്തതാണല്ലോ, പക്ഷെ എന്താ ഞാൻ വിചാരിച്ച ടേസ്റ്റ് എത്തിയിട്ടില്ലല്ലോ. എന്തതിന് കാരണം എന്നറിയോ, നമ്മുടെ ചിന്ത ആ സമയത്ത് ആ ഒരു ഭക്ഷണം പാകം ചെയ്യുന്നതിലല്ല, നമ്മുടെ അവയർനെസ് അവിടെയല്ല നമ്മൾ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഫുള്ള് ആ ഒരു കോളിലേക്കാണ്. സോറി, സോറി ഡിയേഴ്സ്, ഇന്നെന്താണ് അറിയില്ല, പ്രതീക്ഷിക്കാത്ത കോളുകളൊക്കെ വരുന്നുണ്ട്. സോറി. അപ്പോ എന്താ പറഞ്ഞത്, ഭക്ഷണത്തിന്റെ കാര്യം അല്ലേ. എന്തുകൊണ്ടാണ് ഈ സോറി, ഞാൻ കുറെ പ്രാവശ്യം സോറി പറഞ്ഞിട്ടോ, സോറി. അപ്പൊ നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വാട്ടർ അഫർമേഷൻ. എന്താണ് ഈ വാട്ടർ അഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമുക്കറിയാം ഒരു ജപ്പാനീസ് ശാസ്ത്രജ്ഞൻ മസോറോ ഇമോട്ടോ എന്ന് പറയുന്ന അദ്ദേഹം ഒരു എക്സ്പെരിമെന്റ് വാട്ടറിൽ നടത്തുകയുണ്ടായി.
അവർ 2 വാട്ടർ എടുത്തു, 2 ഗ്ലാസ്സിൽ വാട്ടർ എടുത്തു. അതിൽ ഒരു ഗ്ലാസ്സിൽ എന്ത് ചെയ്തു? നമ്മുടെ മോശം കാര്യങ്ങൾ മാത്രം പറഞ്ഞു. നിങ്ങൾക്ക് എന്തൊക്കെ പറയാൻ കഴിയുന്നോ ആ കാര്യങ്ങളെല്ലാം ഒരു വാട്ടറിൽ പറഞ്ഞു. നെക്സ്റ്റ് ഗ്ലാസ്സിൽ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം പറയാൻ പറ്റുമോ ആ കാര്യങ്ങളെല്ലാം പറയും. ഇതെല്ലാവർക്കും ഒന്ന് ചെയ്തു നോക്കാവേ. 2 ഗ്ലാസ് വെള്ളം എടുക്കുക. ആ വെള്ളത്തിൽ ആദ്യം പറയേണ്ടത് നമ്മൾ നെഗറ്റീവ് കാര്യമാണ്. കാരണം നമുക്ക് അറിയാം, അഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഹൈ എനർജിയിൽ നിൽക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ നെഗറ്റീവായി എന്ത് പറഞ്ഞോ അത് സംഭവിക്കും, നിങ്ങൾ പോസിറ്റീവായിട്ട് എന്ത് പറഞ്ഞോ അതും സംഭവിക്കും. അപ്പോ ഇവിടെ നിങ്ങൾ ഫസ്റ്റ് പറയേണ്ടത് നെഗറ്റീവാണ്. ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ ബാഡാണ്, അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെ പറയാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾ ഈ ഒരു ഗ്ലാസ്സിൽ പറയാം. അത് കഴിഞ്ഞ് അടുത്ത നിമിഷം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഈ അടുത്ത ക്ലാസ്സിൽ പോസിറ്റീവായിട്ട് ഞാൻ ഹാപ്പിയാണ്, എന്നെ കൊണ്ട് എല്ലാം ചെയ്യാൻ സാധിക്കും, ഞാൻ നല്ല കഴിവുള്ളവളാണ്, എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും, അങ്ങനെ നിങ്ങൾക്ക് എന്തെല്ലാം പറയാൻ പറ്റുമോ, ഐ എം ഹാപ്പി, ഐ എം സൂപ്പർ, ഐ എം പവർഫുൾ, അങ്ങനെ എല്ലാം പറയാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഈ ഒരു ഇതിലിട്ട് ചെയ്യാം, പറയാം. പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ 2 ഗ്ലാസും ഫ്രീസറിൽ വെക്കുക. ഫ്രീസറിൽ വെച്ചിട്ട് നിങ്ങൾ അത് പിറ്റേന്ന് എടുത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും എല്ലാവരും ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കണം. ചെയ്ത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ പോസിറ്റീവായിട്ട് പറഞ്ഞിട്ടുള്ളതിൽ ഒന്നും തന്നെ പറ്റിയിട്ടുണ്ടാവില്ല, നെഗറ്റീവായിട്ടുള്ളതിൽ ഒന്നാകെ പൊട്ടിച്ചിതറിയിട്ടുണ്ടാവും. എന്തെങ്കിലും ഒന്ന് പറ്റിയിട്ടുണ്ടാവും. കാരണം എനിക്കിത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, ഞാൻ സാധാരണ ഇത് ചെയ്യിപ്പിക്കാറാണ്. നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം, എന്താണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ള വ്യത്യാസം. കാരണം അത്രയും ഈ അഫർമേഷൻക്ക് അത്രയും ഹൈ എനർജിയാണുള്ളത്. ഇത് ചെയ്ത് നോക്കണം എന്ന് പറയാൻ കാരണം, നിങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്താണെങ്കിലും നിങ്ങളൊരു വെള്ളം കുടിക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് ആ ഒരു നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുന്ന ഓരോ ഭക്ഷണവും അത്രയും എനർജി നിങ്ങൾക്ക് നൽകണമെന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾ ലോ എനർജി വേണോ ഹൈ എനർജി വേണോ എന്നുള്ളത് അറിയണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? യെസ്, മൈൻഡ്ഫുൾനെസ്. ആ ഒരു നല്ല രീതിയിൽ നിങ്ങൾ അവിടെ ഇരുന്ന് ആ ഒരു ഭക്ഷണത്തിനെ കണ്ട് ആ ഭക്ഷണത്തിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് ബിസ്മി ചൊല്ലി നമ്മൾ അത് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് കിട്ടുന്ന ആ ഒരു എനർജി, നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ആരോഗ്യം. കാരണം നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണം എത്രത്തോളം വില കൽപ്പിക്കുന്നതാണ് എന്നുള്ളത്. അത് നിങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ ശരീരത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന 95% വാട്ടറാണ്. അതാണ് വാട്ടറിന് ഇത്രയും പ്രത്യേകത പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന പെണ്ണുങ്ങൾ അധികം കിച്ചണിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മൾ വെള്ളം സൂക്ഷിക്കുന്ന സ്ഥലം കിച്ചണാണ്. ആ ഒരു സമയത്ത് നിങ്ങളുടെ ഓരോ ചിന്തകളായാലും നിങ്ങളുടെ സംസാരമായാലും എല്ലാം എന്തിൽ ചെല്ലുന്നുണ്ട്? കാരണം നമുക്കറിയാം എവറിത്തിങ് ഈസ് എനർജിയാണ്. നമ്മൾ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും കാണുന്നതും എല്ലാം എനർജിയാണ്. നമുക്കത് കാണാൻ സാധിക്കുകയില്ല, പക്ഷെ അതവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ ഒരു എനർജി നമ്മുടെ ബാഡ് ആയാലും ശരി, നമ്മുടെ നെഗറ്റീവ് ആയാലും ശരി, പോസിറ്റീവ് ആയാലും ശരി, ആ ഒരു എനർജി എവിടെ എത്തുന്നുണ്ട്? ഈ വാട്ടറിലായാലും ഭക്ഷണത്തിലായാലും എല്ലാത്തിലും എത്തുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിലേക്കും എത്തുന്നു. എന്നിട്ട് നിങ്ങൾ പറയും, എന്താണെന്നറിയില്ല, എനിക്ക് ആ ഒരു ഭക്ഷണം കഴിച്ചപ്പോ വയറിനൊരു സുഖമില്ല, അല്ലെങ്കിൽ നെഞ്ചിനൊരു സുഖമില്ല. എന്താണ് ഇതിന്റെ സമയത്ത്? കഴിക്കുന്ന സമയത്ത് നമ്മുടെ കഴിഞ്ഞ മതി. അതുപോലെ തന്നെ നമുക്കറിയാം, ഇപ്പോ നിങ്ങളൊരു വലിയ വീടൊക്കെ കാണാന്ന് വിചാരിച്ചോ. ആ വീട് കാണുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഒരു ഇതെന്താ? ഒരു വീട് കാണുന്ന സമയത്ത് നല്ലൊരു വലിയ വീടാണ്, കാണാൻ നല്ല ഭംഗിയുള്ള ഒരു വീട്. എന്താണ് ആ വീട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നാം?
ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പറയും, അയ്യോ എന്തിനാ പിള്ളേ ഇത്രയും വലിയ വീടൊക്കെ അവര് വെച്ചിട്ട്, ഇത് ഒരു പാകത്തെ വീട് വെച്ചിട്ട് കുറച്ച് കാശ് ഒരു പാവങ്ങൾക്ക് വീട് വെക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിലോ, അല്ലെ? ഇങ്ങനെയല്ല ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരു ചിന്തിക്കാം. അതല്ല, ഒരു ഒരു റോൾസ് റോയ്സ് കാറ് പോവാന്ന് വിചാരിച്ചോ, അപ്പൊ പറയും അവൻക്കൊക്കെ ഇപ്പൊ എന്താ, അതൊക്കെ എടുക്കാലോ, അവന്റെ ഉപ്പച്ചിയുടെ അടുത്തൊക്കെ അത്രയും സ്വത്തല്ലേ, അവര് പാരമ്പര്യമായിട്ട് സ്വത്തുള്ള ആൾക്കാരല്ലേ. ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ലേ നമ്മള് സാധാരണക്കാരായിട്ടുള്ളവരൊക്കെ? ശരിക്കും ഇങ്ങനെ പറയാൻ പാടുണ്ടോ? ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഉള്ളിലത്തെ ആ ഒരു എനർജി എന്താണ്? ആ ഒരു സമയത്ത് നമ്മുടെ ഉള്ളിലൂടെ കൂടിക്കൊണ്ടിരിക്കുന്ന എനർജി എന്ന് പറഞ്ഞാൽ ലോ എനർജിയാണ് ആ ഒരു സമയത്ത്. കാരണം എനിക്കില്ല, അവൻക്കുണ്ട്. യെസ്, നെഗറ്റീവാണ്. നമ്മുടെ ഉള്ളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത് എനിക്കില്ല, അവനുണ്ട്. അപ്പോ അതൊന്നും എനിക്ക് ലഭിക്കുകയില്ല. അത് ലഭിക്കാനുള്ള ആള് ഞാനല്ല, ഞാനൊരു പാവപ്പെട്ടവനാണ്. ആ സമയത്ത് നമ്മുടെ ഉള്ളിലൂടെ പോകുന്നത് സ്കേർസിറ്റി മൈൻഡ് സെറ്റ് ആണ്, ഒരു താഴ്ന്ന ഒരു മൈൻഡ് സെറ്റ് ആണ്. നമ്മൾ എപ്പോഴും നിൽക്കേണ്ടത് ഹൈ എനർജി, സമൃദ്ധിയിലേക്കുള്ള, അബണ്ടൻസിലേക്കുള്ള മൈൻഡ് സെറ്റിലാണ് നമ്മൾ നിൽക്കേണ്ടത്. അപ്പോഴാണ് നമ്മുടെ ഓരോ അഫർമേഷനും ആ ഒരു അലൈൻമെന്റിൽ എത്തുക. നമ്മുടെ ആഗ്രഹവും നമ്മുടെ പ്രവൃത്തിയും നമ്മൾ പറയുന്നതും ഒരുപോലെ ആയിരിക്കണം. നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, നമ്മളെ തോട്ട്സ്, നമ്മളെ ഉള്ളിലെ ഇന്റൻഷൻസ്, ഇതെല്ലാം ഒന്നായാൽ മാത്രമേ നമ്മുടെ ഓരോ ആഗ്രഹങ്ങളും നിറവേറുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എല്ലാം അഫർമേഷൻസ് ആണ്. അത് വളരെയധികം ശ്രദ്ധിക്കണമെന്ന് നമ്മളോട് പറയുന്നത്. അപ്പൊ ഇത്രയും കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനിയും ഒരുപാട് പറയാണ്ട്, പക്ഷെ നമ്മുടെ സമയം അതിനനുവദിക്കില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്രയും കാര്യങ്ങളിൽ നിന്ന് തന്നെ അഫർമേഷൻസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഒരിക്കലും നിരന്തരമായി പറയുന്ന, ഒരു പോസിറ്റീവാക്കി പറയുന്ന വാചകങ്ങളല്ല അഫർമേഷൻ എന്നുള്ളത്. എല്ലാവരും മനസ്സിലാക്കുക. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അവയർനെസ്സോട് കൂടിയിട്ട് ഈ കാര്യങ്ങൾ കൊണ്ടുവരണം. നിങ്ങൾ എല്ലാവരും കൊണ്ടുവരില്ലേ? സ്വർണോ? ഷുവർ. യെസ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും ഇതെല്ലാം മനസ്സിലാക്കണം. ഇതാണ് അഫർമേഷൻ, യഥാർത്ഥത്തിലുള്ള അഫർമേഷൻ. എന്തുകൊണ്ട് നമ്മുടെ ഓരോ മാനിഫെസ്റ്റേഷനും നടക്കുന്നില്ല എന്നുള്ളത് ഇന്നു മുതൽ നിങ്ങൾ കൊണ്ടുവരണം നിങ്ങളുടെ ചിന്തയിൽ. അത് അവെയറായിട്ട് ഞാൻ ഇന്ന് ചെയ്യുന്നത്, നാളെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്, ഞാനിപ്പോൾ ചെയ്യുന്ന സമയത്ത് എന്താണ് ഞാൻ ചിന്തിക്കുന്നത്, എന്താണ് ഞാൻ പ്രവർത്തിക്കുന്നത്. കാരണം ഞാനൊക്കെ ഇതിൽ ഒരുപാട് അനുഭവിച്ചൊരു വ്യക്തിയാണ്. എൻ്റെ ജീവിതം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറുപ്പത്തിലൊക്കെ ഞാൻ വളരെയധികം ടെൻഷൻ അടിച്ചിരുന്ന ഒരാളാണ്, വളരെ സ്ട്രെസ് ആയിട്ട്. കാരണം ഞാൻ എൻ്റെ വീട്ടിൽ മൂത്ത കുട്ടിയാണ്. നമുക്കറിയാം, മൂത്ത കുട്ടികളായി കഴിഞ്ഞാൽ ഇളയവരെ നോക്കണം. അതുപോലെ തന്നെ അവരെ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നീ നന്നായാൽ മാത്രമേ അവര് നന്നാവുള്ളൂ. അതുപോലെ നമുക്ക് എന്തെങ്കിലും പുറത്തേക്ക് പോയിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരൊക്കെ മൂത്ത കുട്ടിയാണ്, നീ നല്ലപോലെ ഇതാവണം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു അടിച്ച് അമർത്തി നിർത്തുക എന്ന് പറയില്ലേ. അങ്ങനെ ആ ഒരു രീതിയിൽ വളർന്നത് കൊണ്ട് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ കഴിയുമെങ്കിലും ഞാൻ നാടാടെ 7th ക്ലാസ്സിൽ മാത്രമാണ് ഒരു ഒപ്പന കളിച്ചിട്ടുള്ളത്. ആ ഒരു സമയത്ത് ഞാൻ കളിക്കുന്ന സമയത്ത് ഫ്രണ്ടിലോട്ട് വരുന്ന ഒരു സീനുണ്ട്. അതിൽ വന്നപ്പോ ഒരു കൂട്ടുകാരൻ കളിയാക്കി. അപ്പൊ ഞാൻ പെട്ടെന്ന് ബാക്കോട്ട് തന്നെ പോയി. അതിനുശേഷം ഞാൻ ഒരൊറ്റ സ്റ്റേജിൽ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അൽഹംദുലില്ലാ, എൻ്റെ ഉള്ളിൽ ആ ഒരു എനർജി നിൽക്കുന്നത് കൊണ്ടാണോ എന്താന്ന് എനിക്കറിയില്ല, അതിയായൊരു ആഗ്രഹം, ഞാൻ ഇങ്ങനത്തെ ഒരു ക്ലാസ്സിലൊക്കെ എത്തിപ്പെട്ടതിന് ശേഷം എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ വന്ന് എന്തെങ്കിലും രണ്ടക്ഷരം പറയണം, അവരെ എന്നിലൂടെ ഒരു മാറ്റം വരുത്താൻ സാധിക്കണം എന്നുള്ള ഒരു കാരണം ഇങ്ങനൊക്കെ ഉള്ള ക്ലാസ്സുകളിൽ എത്തിപ്പെട്ടപ്പോൾ ആ ഒരു രീതിയിലേക്കായി. പിന്നെ ഞാനിങ്ങനെ പതിയെ പതിയെ മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ ക്ലാസ്സുകൾ കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു ട്രെയിനർ കോച്ചൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാല് ആണല്ലോ നല്ലപോലെ പബ്ലിക്കിന്റെ മുന്നിൽ പോയിട്ട് ക്ലാസ് എടുക്കാൻ പറ്റുക ഇങ്ങനെ ഉണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഈ സെൽഫ് ലവ്, ഈ ഒരു ജേണി ടു സെൽഫ് ലവ് എന്നുള്ള ആ ഒരു ഇതിൽ ആഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ്
അപ്പോഴാണ് നമ്മുടെ ലൈല മാമിന്റെ ഈ ഒരു പബ്ലിക് സ്പീക്കർ എന്നുള്ള ആ ഒരു നിങ്ങൾക്കും ട്രെയിനർ ആവാം എന്നുള്ളത് കണ്ടത്. അൽഹംദുലില്ലാ, ഞാനത് കണ്ടപ്പോ തന്നെ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമല്ലേ ഇത് എന്നുള്ളത്. അങ്ങനെ ഞാന് റെസിന മാമിനായിരുന്നു കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയത്ത്. അപ്പൊ റെസിന മാം ക്യാഷ് പറഞ്ഞപ്പോ 4000. അൽഹംദുലില്ലാ, 4000ഓ? കാരണം നമുക്കറിയാലേ, ഒരു വൺ ഡേ ഒന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ 30ഉം 40ഉം കൊടുത്താൽ പോലും നമുക്ക് കിട്ടില്ല. ആ സ്ഥാനത്ത് നമുക്ക് 4000 കൊടുത്തു കഴിഞ്ഞിട്ട്, അതും ഇത്രയും സ്നേഹത്തോട് കൂടിയിട്ട്, നമുക്ക് ഒരു ഭയോ ഒന്നും തോന്നില്ല. അത്രയും സ്വീറ്റ് ആയിട്ടാണ് നമ്മളെ ലൈല മാം ക്ലാസ് എടുക്കുക ആ ഒരു സമയത്ത്. ഞങ്ങൾ അത്രയും ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എന്തും ചോദിക്കാം, എന്തും പറയാം, ആ ഒരു രീതിയിലായിരുന്നു മാമിന്റെ ഓരോ ക്ലാസ് കഴിയുന്നതേ അറിയില്ലായിരുന്നു. ഒരു പേടിയോ ഒന്നും നമുക്ക് തോന്നില്ല. അതുപോലെ തന്നെ നമ്മളെന്തെങ്കിലും ക്ലാസ് ഒക്കെ കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ ഒന്നും വേണ്ടെന്നൊക്കെ വിചാരിക്കും. അപ്പൊ ലൈല മാം നമ്മളെ വിളിച്ചുകൊണ്ടുവരും. നീ വന്ന് എടുക്ക്, നിന്നെക്കൊണ്ട് കഴിയും എന്നുള്ള രൂപത്തിൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും, മാം ഞാൻ പഠിച്ചു കഴിയില്ല, ഞാൻ ഇനി എടുക്കാൻ വരണമെന്നില്ല, ഞാനില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പൊ മാം പറഞ്ഞു, നിന്നെക്കൊണ്ട് കഴിയും, നിന്നെക്കൊണ്ട് പറ്റും, കാരണം ഞാൻ ഇങ്ങനെ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ക്ലാസ് എടുക്കണേ. അപ്പൊ അൽഹംദുലില്ലാ, എനിക്ക് നല്ല രീതിയിൽ ക്ലാസ് എടുക്കാൻ സാധിച്ചത് ഈ ഒരു ലൈല മാമിന്റെ ഈ കൂട്ടുകെട്ടില് പബ്ലിക് സ്പീക്കിംഗ് എന്നുള്ള ഈ ട്രെയിനർ കോഴ്സിൽ എത്തിയപ്പോഴാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഉള്ളിൽ ആഗ്രഹം നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യണം. കാരണം ഇത്ര കുറഞ്ഞ ഫീസിൽ എവിടെയും നമുക്ക് ക്ലാസ് കിട്ടില്ല. ഞാൻ ഉറപ്പ് തരുന്നു, ഷുവർ, നമുക്ക് ഒരിക്കലും ക്ലാസ് കിട്ടില്ല. അതും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊന്ന് ഒരു ഭയം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെല്ലാം താങ്ങും തണലും സപ്പോർട്ടായിട്ട്. ഇപ്പൊ എന്നെ എത്ര പ്രാവശ്യം വിളിച്ചിക്കണെന്ന് അറിയോ, കോൾ ചെയ്തിട്ട് വിളിച്ചിക്കണെന്ന് അറിയോ? ഇന്നലെ വിളിച്ചു. അതുപോലെ തന്നെ കുറച്ചു ദിവസം മുന്നേ ഞാൻ പറഞ്ഞു എനിക്കിപ്പോ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ, കാരണം ഇക്ക വരും, അങ്ങനത്തെ തിരക്കുകളൊക്കെ. അപ്പൊ ലൈല അത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളവിടെ ഇതായി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് പൊന്തിച്ചു കൊണ്ടുവരും. അല്ലാതെ ഇപ്പൊ സാധാരണ നമ്മൾ ഇങ്ങനെ പഠിക്കാൻ പോയെന്ന് വിചാരിച്ചോ, അവരവരുടെ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് പോയില്ലേ, നമ്മളെ കൊടുത്തിട്ട് നീ ചെയ്യുന്ന പറഞ്ഞിട്ട് ഇതുപോലൊരു ഈ റെക്ടോറിയ ഏജ് ഹബ് എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം തന്നെ നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട് അല്ലേ. ഇങ്ങനെ എവിടെ കിട്ടും? സത്യല്ലേ? ആ ഒരു കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ പണി നോക്കി പോവും. ആ ഒരു ഇത്രയും കുറഞ്ഞ ഫീസുമാണ് നമ്മളെ കൊടുന്ന് കൈപ്പിടിച്ച് ഒരു പ്ലാറ്റ്ഫോം പോലും നമുക്ക് ഒരുക്കി തരുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ. അപ്പൊ അൽഹംദുലില്ലാ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്നോളൂ, നിങ്ങളെ ഉയരങ്ങളിൽ എത്തിക്കും. അപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അഫർമേഷനും മാനിഫെസ്റ്റേഷനും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ ഇതുവരെ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് തന്ന ലൈല മാമിനും എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. ലവ് യു. Thank you, ma'am. താങ്ക് യു. Thank you, ma'am. Thank you. Thank you. Thank you. Assalamualaikum. നിങ്ങളുടെ സമയമാണ് കേട്ടോ. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട്സോ ഫീഡ്ബാക്കോ എന്തുണ്ടെങ്കിലും പറയാം. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സുമയ്യ മാം റെഡിയാണ്. ഇത് കണ്ടില്ലേ? സാബിറ മാം അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഹലോ, പറയോ. ക്ലാസ് ഒക്കെ നല്ല സൂപ്പർ ക്ലാസ് ആയി. അഫർമേഷനെ പറ്റിയിട്ട് കുറച്ചും കൂടി ഒക്കെ വിശദീകരിച്ച് മനസ്സിലാക്കി തന്നു. ആ ക്ലാസ്സിൽ വെള്ളം വെച്ചിട്ട് പോസിറ്റീവ് അഫർമേഷൻ പറഞ്ഞുകൊണ്ട് അതൊന്നും കൂടി വിശദീകരിക്കാൻ പറ്റുമോ? അത് എങ്ങനെയാണോ എന്നുള്ളത്? ഓ യെസ്. നമ്മൾ 2 ക്ലാസ്സിലെ ഒരു നല്ലത് കുപ്പി ക്ലാസ് എടുക്കുകയാണ് നല്ലത്.
അതിലെടുത്തിട്ട് നിങ്ങൾ ഫസ്റ്റ് പറയേണ്ടത് ഏതെങ്കിലും ഒരു ഗ്ലാസ്മേൽ പോസിറ്റീവ് എന്നാ നെഗറ്റീവ് എന്ന് എഴുതി വെക്കുക. ഒരെണ്ണം എഴുതി വെച്ചാൽ നമുക്കറിയാലോ ഏതാണെന്നുള്ളത്. എന്നിട്ട് നിങ്ങൾ ആദ്യം പറയേണ്ടത് നെഗറ്റീവ് ആയിട്ടുള്ള വേർഡ്സ്, നിങ്ങളുടെ നെഗറ്റീവ് ആയിട്ടുള്ള വേർഡ്സുകൾ നിങ്ങൾ പറയുക. അതിനുശേഷം അതിന് നേരെ ഓപ്പോസിറ്റ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഓക്കെ. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം പറയാം. എന്നിട്ട് ഫസ്റ്റ് പറയേണ്ടത് നെഗറ്റീവ് ആണ്, പിന്നീട് പറയേണ്ടത് പോസിറ്റീവ്. കാരണം നിങ്ങൾക്കറിയാം, ഒരു നെഗറ്റീവ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞാലാണ് ആ ഒരു നെഗറ്റീവ് റീആക്ടിവേറ്റ് ചെയ്യുക. അറിയാലോ, ഇതെല്ലാവർക്കും അറിയാലോ. ഒരു നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ 10 പോസിറ്റീവ് പറഞ്ഞാൽ മാത്രമേ ആ ഒരു നെഗറ്റീവിനെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഇത് ഞാൻ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞതിന് എന്താണ്, നമ്മുടെ ഉള്ളിൽ അത്രത്തോളം ഈ എനർജി വർക്ക് ആവുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, നമ്മളെ പുറത്ത്. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫ്രീസറിൽ വെക്കണം. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നാളെ, ഇപ്പൊ ഇന്ന് ചെയ്തിട്ട് നിങ്ങൾ നാളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ രണ്ടിന്റെ വ്യത്യാസം മനസ്സിലാവും. ഞാനിപ്പോ പറഞ്ഞ കാരണം സാധാരണ ഞാൻ ചെയ്യാൻ പറയലാണ്. ഒന്ന് പോസിറ്റീവ് പറഞ്ഞ ക്ലാസ്സിൽ പ്രത്യേകിച്ച് ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല. നെഗറ്റീവ് പറഞ്ഞ ക്ലാസ് പൊട്ടിച്ചിതറിയിട്ടുണ്ടാവും. നമ്മള് ഈ ഒരു ഗ്ലാസ് കുപ്പിച്ചില്ല് പോലെ പൊട്ടിയിട്ടുണ്ടാവും. അതെല്ലാം ചിലവർക്ക് കാണുക കളർ വ്യത്യാസം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാരണം. പോസിറ്റീവ് പറഞ്ഞതിന് ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല, മറ്റേന് ചെറിയ കളർ വ്യത്യാസം. അങ്ങനെ പലർക്കും പല രൂപത്തിലാണ് കിട്ടാറ്. നോക്കി വെക്കാൻ മതി കേട്ടോ. ഇത് ചെയ്യണ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്തും ഒക്കെ നിങ്ങൾ ഈ ഒരു അവയർനെസ് കൊണ്ടുവരാം. കാരണം ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ഇത് വർക്ക് ആവണം എന്നുള്ളത്. കാരണം നമുക്കറിയാം, നമ്മൾ 95% നമ്മുടെ ശരീരത്തിൽ വാട്ടറാണ്. അപ്പൊ നിങ്ങൾ എന്താണോ സംസാരിക്കുന്നത് അത് നിങ്ങളുടെ ശരീരത്തിൽ ഫുള്ളായിട്ട് വെക്കണം അല്ലേ? ഒരു ദിവസം ഫുള്ളായിട്ട് വെക്കുക അല്ലേ? അതെ, കട്ട ആവണവരെ ഓക്കെ. ഫ്രീസ് ആവണം. ഓക്കെ. അപ്പൊ ഈ നെഗറ്റീവ് പറയുമ്പോ ആ പോസിറ്റീവിന്റെ ക്ലാസ് ആദ്യം അതിന്റെ അടുത്ത് കൊണ്ടുവരാൻ പാടില്ലല്ലോ അല്ലെ? അത് നെഗറ്റീവ് പറഞ്ഞ ക്ലാസ് അങ്ങനെ കുഴപ്പമില്ല. ഇല്ല, അത് കുഴപ്പമില്ല. കാരണം നമ്മൾ പറയുന്നത് ആ ഒരു ക്ലാസ്സിലേക്ക് നോക്കിയിട്ടായിരിക്കണം. നോക്കിയിട്ട് പറയാം. യെസ്. വേറെന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇതിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ ഈ അഫർമേഷൻ, നമ്മൾ ദിക്കറുകളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നത് റസൂലുള്ളാഹിയല്ലേ? ദിക്കറുകള് അഫർമേഷൻ ആയിട്ടല്ലേ മാറുന്നത്? അതെ. കാരണം നമുക്കതിന്റെ ചിലർക്ക് അർത്ഥം അറിയാം, ചിലർക്ക് അർത്ഥം അറിയില്ല. നേരെ മറിച്ച് മലയാളത്തിലാവുമ്പോ നമുക്ക് ആ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതാണ് വ്യത്യാസങ്ങള്. പക്ഷേ നമുക്ക് ഒരുപാട് ദിക്കറുകളുണ്ട്, നല്ല നല്ല അർത്ഥങ്ങളുള്ള. അത് ചൊല്ലിയിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നല്ല ആരോഗ്യം കിട്ടുന്നതൊക്കെ അതിന്റെ കാരണം ഇതാണ്. കാരണം അത് വർക്കൗട്ട് ആവും. അല്ലാതെ ഊതണമെന്നോ ഇതാക്കണമെന്നോ ഒന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് പറഞ്ഞാൽ തന്നെ ആ ഒരു എനർജി അതിലെത്തും. പിന്നെ ഈ വെള്ളം കുടിക്കുമ്പോഴൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ ആ വെള്ളത്തെ നോക്കിക്കൊണ്ട് അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് കുടിക്കുമ്പോൾ തന്നെ വ്യത്യാസം. അതുപോലെ തന്നെ ഫുഡ് വാട്ട് എവർ ഇറ്റ് മേ ബി, അത് കഴിക്കുന്ന സമയത്ത് അതിൻ്റെതായ വ്യത്യാസം കാണാൻ പറ്റും നമ്മൾക്ക്. ഫുഡിനുണ്ടാകുന്ന ടേസ്റ്റ് കാര്യങ്ങൾ, നമ്മൾ ഫുഡിനെ കുറിച്ച് ഒരിക്കലും തന്നെ കംപ്ലൈന്റ് പറയാതിരിക്കുക. കംപ്ലൈന്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രവാചകന്റെ ഒരു ഇതിലുണ്ട്, നിങ്ങൾക്ക് ആ ഫുഡ് പിന്നെ കഴിക്കാൻ പറ്റൂല. അപ്പൊ അതുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കുക. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. ഐ മീൻ ഇറ്റ് വാസ് വെരി ഗുഡ്. നല്ല ബോഡി ലാംഗ്വേജ് ഉണ്ട്, വോയിസ് മോഡുലേഷൻ എല്ലാം ഉണ്ട്. പിന്നെ ഇതൊന്ന് ആഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയതാണ്, എനിക്കറിയില്ല. ശരിയാണ് സാർ. താങ്ക് യു സോ മച്ച്. അറിവിൽ പറഞ്ഞുള്ള. ഓക്കെ then. Thank you very much. Thank you to all. Thank you ജലീൽ സർ. താങ്ക് യു സർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഫീഡ്ബാക്ക് എന്തെങ്കിലും ഉണ്ടോ? സൽമ മാം. യെസ്. സുമയ്യ അടിപൊളിയായിരുന്നു. നീ ക്ലാസ് എടുക്കുന്നില്ല, എല്ലാ മാമും നിന്നെ കൂടെ കൊണ്ടുപോയി അങ്ങനെ പിടിച്ചു കുലുക്കിയ തന്നെ മനസ്സിലാവുന്നുണ്ട്. നിന്റെ ആ പ്രസന്റേഷനിൽ മനസ്സിലാവുന്നുണ്ട് ശരിക്കും. അത്രയും ആ ഒരു ഇതിലാ നീ അവതരിപ്പിച്ചത്. നന്നായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. I love you too.
വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ എന്തെങ്കിലും ഉണ്ടോ? ഫീഡ്ബാക്ക് പറയാനോ? ഹായ് മാം, എൻ്റെ മകള് നല്ല മാറ്റമുണ്ട്, നല്ല ഹെൽത്താണ്. ഓക്കെ, നൈസ്. മെസ്സേജ് കണ്ടോ സുമയ്യ മാം? യെസ്, കണ്ടു. വെരി ഗുഡ്. തീർച്ചയായിട്ടും നമുക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ മതി. എപ്പോൾ നമ്മളൊരു വാട്ടർ എടുത്തിട്ട് വെള്ളം കുടിക്കുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ ഇരുന്ന് അതൊന്ന് അവെയറായി, ഈ വെള്ളം ഞാൻ കുടിക്കുന്നത് എൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഹെൽത്ത് അല്ല, നിങ്ങൾക്കൊരു ഒരു ആഗ്രഹമുണ്ട്, നിങ്ങൾ മക്കൾക്ക് കൊടുക്കുന്ന സമയത്ത്, ഇപ്പൊ നിങ്ങളുടെ മക്കളുടെ ആരോഗ്യം അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ സ്വഭാവം ഒക്കെ ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ആഫർമേഷൻ ജസ്റ്റ് ഒന്ന് അതിൽ പറയുക. എന്നിട്ട് നിങ്ങൾ മക്കൾക്ക് ആ വെള്ളം കൊടുത്തു നോക്കിയേ, നല്ല മാറ്റം ഉണ്ടാവും. തീർച്ചയായിട്ടും അനുഭവത്തിൽ നിന്നാണ് കേട്ടോ പറയണേ. എല്ലാവരുടെയും ഇന്നത്തെ ടേക്ക് അവേ പോയിന്റ് ഈ വെള്ളമാണെന്ന് തോന്നുന്നുണ്ടല്ലോ അല്ലെ? അവിടെയാണ് എല്ലാവരും കൊളത്തി പിടിച്ചിരിക്കുന്നത്. നോട്ട് യു സേ സുമയ്യ മാം? ഇന്ന് തൊട്ട് എന്തായാലും എല്ലാവരും വെള്ളം കുടിക്കുന്നത് ഒരു 1.5 കുടിയായിരിക്കും, വേറെ സ്റ്റൈലായിരിക്കും. പക്ഷെ ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് വെള്ളം കുടി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും കുടിക്കും. മാഷാഅല്ലാ. ഓക്കെ, സന്തോഷം. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങളെല്ലാവരും ഇത്രയും നേരം നമ്മളുടെ കൂടെ ഇങ്ങനെ ഇരുന്ന് നമ്മളുടെ ഒരു പുതിയ സ്പീക്കർ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വന്നിട്ട് ഇത്ര സപ്പോർട്ട് ചെയ്യാം. സോ ഹാപ്പി ഫോർ യു ഓൾ, സോ ഹാപ്പി. സുമയ്യ മാം, യു ഡിഡ് an amazing job, feeling so happy. Rasina, what do you have to say? ഒന്നും പറയാനില്ലല്ലോ. ഫീഡ്ബാക്ക് നമ്മൾ കണ്ടല്ലോ, എല്ലാവരുടെയും ഫീഡ്ബാക്ക്. സുമയ്യ പറഞ്ഞല്ലോ ആ ഒരു ജേണി, ലൈലയുടെ കൂടെയുള്ള ഒരു ജേണി കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. വെരി നൈസ്, നന്നായി ചെയ്തിട്ടുണ്ട് കേട്ടോ സുമയ്യ മാം. അടിപൊളി, സൂപ്പർ നൈസ്. മാത്രമല്ല നമ്മുടെ കൂടെ ഇരുന്ന സപ്പോർട്ട് ചെയ്ത ഓഡിയൻസും സൂപ്പർ, എല്ലാവരും സൂപ്പറാണ്. കാരണം അത്രയും ശ്രദ്ധയോടെ ഇരുന്ന് അവരുടെ ടേക്ക് അവേ പോയിന്റ് നല്ല രീതിയിൽ ചോദിച്ച് മനസ്സിലാക്കി എന്തായാലും ചെയ്യും എന്ന് ഉറപ്പിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാർ. ഫീലിംഗ് സോ ഹാപ്പി ടുഡേ. താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്. താങ്ക് യു സോ മച്ച് സുമയ്യ മാം ഫോർ യുവർ വണ്ടർഫുൾ സെഷൻ. കാരണം മാം എഫേർട്ട് എടുത്തിട്ടുണ്ട്. കുറേ പ്രാവശ്യം എന്നോട് സംശയം ചോദിച്ചിട്ടുണ്ട്, ഞാൻ വേണോ, ഇപ്പൊ വേണോ, മറ്റന്നാ മതിയോ, അതിന്റെ അപ്പുറം മതിയോ, എങ്ങനെയൊക്കെയോ ഞാൻ പിടിച്ചു കൊണ്ടുവന്ന് അവിടെ ഇരുത്തി. എന്നിട്ടും എനിക്കിന്ന് സംശയം ഉണ്ടായിരുന്നു, ഇയാൾ ഇന്ന് വരൂലേന്ന്. എന്നിട്ട് ഞാൻ നേരത്തെ ഉണ്ട് ഒരു മിസ് കോളൊക്കെ അടിച്ചു വെക്കുക, മറന്നു പോകുന്നുള്ള രീതിയിൽ. സോ താങ്ക് യു സോ മച്ച് മാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്നറിയുന്ന എന്തായിരിക്കും? ആ പച്ചയിലെ മഞ്ഞ കളറേ. താങ്ക് യു. ആ പച്ചയിലെ മഞ്ഞ എന്താ പറയണ്ടേ, ആ കളർ കോമ്പിനേഷൻ തന്നെ സൂപ്പർ. കാരണം ആ മഞ്ഞ കളർ ഗീവ് സോ മച്ച് ഓഫ് ഹാപ്പിനെസ്, സോ മച്ച് ഓഫ് ലൈവ്ലിനെസ്, സോ മച്ച് ഓഫ് ക്ലാരിറ്റി. അത്രയും സംഭവമാണ് കളർ കോമ്പിനേഷൻസ് നോക്കാന്ന് പറഞ്ഞാൽ. അത്രയും സംഭവമാണ്. കാരണം ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ അങ്ങോട്ട് കണ്ണ് പതിക്കുന്നുണ്ട്. സൂപ്പർ, അതാണ്. താങ്ക് യു സോ മച്ച് എവരിബഡി. താങ്ക് യു സോ മച്ച് സൽമ മാം. സൽമ മാം മാത്രമാണ് നമുക്ക് വേണ്ടി വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് ഫുൾ ടൈം സപ്പോർട്ടിലിരുന്നത്. താങ്ക് യു സോ മച്ച്. അതിന് ഒന്നും പറയല്ല, ഹാറ്റ്സ് ഓഫ്. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ഓൺ ദാറ്റ് നോട്ട് നമുക്ക് ഇതേപോലെ പുതിയ സെഷൻസ് ആയിട്ട് വീണ്ടും കാണാം. For today, good night. Okay, good night. Thank you all. Good night.